Hello my dear friends, ഞാൻ സുധ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി ചെയ്യാം. ഈ തക്കാളി ചട്നി നല്ല ടേസ്റ്റ് ആണ്. കാരണം അതിൽ നല്ലപോലെ എരിവും പുളിയും ഒക്കെ ഉള്ളത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്. പിന്നെ ഒരു സിമ്പിൾ ആയ റെസിപ്പിയാണിത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നു. എണ്ണ നന്നായി ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടലപ്പരിപ്പ് നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കടലപ്പരിപ്പ് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചേർക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് 3 തക്കാളിയാണ്. അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഇതിലേക്കൊരു 10 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്കിപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് ഉടയുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ ഇത് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇത് തണുക്കണം. തക്കാളിക്കൂട്ട് നന്നായി തണുത്ത് കഴിഞ്ഞു. ഇനി ഞാനിതൊരു മിക്സി ജാറിലേക്ക് ചേർക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് താളിച്ചെടുക്കണം. പാൻ നല്ലപോലെ ചൂടായി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർക്കാം. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് മൂത്തതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി ചട്നി ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത്തിരി സമയം ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കൂടി കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ തക്കാളി ചട്നി റെഡിയായി കഴിഞ്ഞു. ഇത് ഇഡലിക്കും ദോശക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല പുളിയും എരിവും ഒക്കെ ചേർന്ന ഒരു ചട്നിയാണിത്. അപ്പോൾ ഈ ചട്നിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ കിട്ടുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാം. അതുവരേക്കും ബൈ.